നെന്മാർക്കടുത്ത ചാത്തമംഗലത്ത് എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞോടി മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ആനയെ അർദ്ധരാത്രി തളച്ചു. രാത്രി 1:30-ഓടെയാണ് തളച്ചത്. അയ്യപ്പൻ വിളക്ക എഴുന്നള്ളത്തിനിടെയാണ് ആന കൊട്ടിന്റെ ശബ്ദം കേട്ട് ഇടഞ്ഞോടിയത്. രണ്ടുപേർക്ക് നിസ്സാര പരിക്ക്. 5ഓളം വീടുകൾക്ക് കേടുപറ്റി. വനംവകുപ്പുകാരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ മുൻ പാപ്പാനെത്തിയാണ് ആനയെ മെരുക്കിയത്. ചാത്തമംഗലം ഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് എഴുന്നള്ളത്തിനെത്തിച്ച അക്കരമേൽ ശേഖരനാണ് ഇടഞ്ഞോടിയത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. 7 മണിക്കൂറോളം കിലോമീറ്ററുകളോളം പ്രദേശത്ത് ആന പരിഭ്രാന്തി സൃഷ്ടിച്ചു. ആരെയും ആക്രമിച്ചില്ല. ആനപ്പുറത്തിരുന്ന 3 പേരിൽ അമ്പാടിക്കണ്ണൻ എന്നയാൾക്ക് താഴെ വീണും നാട്ടുകാരിയായ വയോധികയ്ക്കുമാണ് പരിക്കേറ്റത്. വയോധികയെ കവച്ചുവെച്ചാണ് ആനയോടിയത്. മോഴയായതിനാൽ വെപ്പുകൊമ്പ് ഊരി വീണിരുന്നു. ചാത്തമംഗലം സ്വദേശി ഗുലാബ്ജാന്റെ വീടിന്റെ മതിലും ഷീറ്റുകളും തകർന്നു. ഇടഞ്ഞോടുന്നതിനിടെയാണ് ഇവ തകർന്നത്. അപ്പോഴാണ് ആനപ്പാപ്പനെ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ആന ഇതിൽ കൂടെയാണ് വന്നിരിക്കുന്നത്, നമുക്ക് അറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നന്നായി പേടിച്ചു. എല്ലാവരും പേടി, ഭയങ്കര ശബ്ദം, പേടി. സംഭവം എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് വേറെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഓടി. ആ ഓട്ടത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. കൊമ്പൻകല്ല് ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച എഴുന്നള്ളത്ത് നെന്മാറ കരിമ്പാറ പാതയിലേക്ക് എത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത്. പേഴുംപാറ മുതൽ പോത്തുണ്ടി വരെയും ചാത്തമംഗലം വരെയും ഗതാഗതവും നിരോധിച്ചിരുന്നു. 2 പാപ്പാന്മാരുടെയും നിർദ്ദേശം അനുസരിക്കാതെ ഓടിയ ആന അകമ്പാടത്തെത്തി വയലിലെ ചതുപ്പിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇരുട്ടായതിനാൽ പലരും ആനയെ കാണാതെ പരിഭ്രാന്തിയിലായി. ചെമ്മന്തോട് പാടത്തുകൂടെ ആറ്റുവായി പുത്തൻതോട്ടം ഭാഗത്തുള്ള തോട്ടത്തിലേക്ക് ആന കയറുകയായിരുന്നു. RRTയും കുന്നംകുളത്തു നിന്നും മറ്റും എലഫന്റ് സ്ക്വാഡും എത്തിയെങ്കിലും തളയ്ക്കാനായിരുന്നില്ല. ഓട്ടത്തിനിടെ വൈദ്യുതി മോട്ടോറിൽ നിന്നും ഷോക്കേറ്റതായും പറയുന്നു. തളച്ച ആനയെ ലോറിയിൽ കയറ്റി പല്ലാവൂരിൽ എത്തിച്ചിരിക്കുകയാണ്. ഓട്ടത്തിനിടെ ആനയ്ക്ക് പരിക്കുകളുണ്ട്. ഡോക്ടർമാരെത്തി ചികിത്സ നൽകിയ ശേഷമേ കൊണ്ടുപോകൂ. ആന അക്രമകാരിയല്ലെന്നും മതിയായ സുരക്ഷ ഉറപ്പുവരുത്തിയതായും പ്രദേശത്ത് രാത്രി ഒപ്പമുണ്ടായിരുന്ന MLA കെ ബാബു പറഞ്ഞു. ഇന്നലെ നെന്മാറ ചാത്തമംഗലം അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന കൊമ്പൻ യഥാർത്ഥത്തിൽ നാടിനെ ഒന്ന് വിറപ്പിക്കുകയാണുണ്ടായത്. ആരെയും വല്ലാതെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. ആന മറ്റെന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെയാണ് ചില വീടുകൾക്കിടയിലൂടെയും അതുപോലെ തന്നെ പാടങ്ങളിലൂടെയും അവസാനം ഒരു ഒഴിഞ്ഞ പറമ്പിൽ തനിച്ച് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി 2 മണിയോടുകൂടി ആനയെ മെരുക്കിയെടുക്കാൻ അവർ പാപ്പാന്മാർക്കും എലിഫൻറ്റ് സ്ക്വാഡിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് എല്ലാവരും ചേർന്ന് രാത്രി 2 മണിക്കോടുകൂടി അത് മെരുക്കിയെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് അവിടെ തന്നെ അത് നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഈ പല്ലാവൂരിലുള്ള ഈ പ്രദേശത്ത് ഇപ്പോൾ ആനയെ കൊണ്ട് വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും ആനയ്ക്കും ഭയപ്പാടുണ്ടാവുമല്ലോ. ആ ഭയപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ഒരു വൈകിട്ട് ഒരു 6 മണി മുതൽ പുലർച്ചെ വരെയും ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഒരു ആനയുടെ വിളയാട്ടം ഉണ്ടായി. മെരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ആനയെ പഴയതുപോലെ അവരവരുടെ ഉടമസ്ഥൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒറ്റപ്പാലം സ്വദേശിയുടെ ആനയാണിത്. നേരത്തെയും ഈ ആന പ്രശ്നമുണ്ടാക്കിയിരുന്നതായി പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.